السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. تزود من التقوى فإنك لا تدري إذا جن ليل هل تعيش إلى الفجر. وكم من سليم مات من غير علة وكم من سقيم عاش حينا من الدهر. وكم من فتى يمسي ويصبح لاهيا وقد نسجت أكفانه وهو لا يدري. وكم ساكن عند الصباح بقصره وعند المساء قد كان من ساكن القبر. فكن مخلصا واعمل الخير دائما لعلك تحظى بالمثوبة والأجر. وداوم على تقوى الإله فإنها أمان من الأهوال في موقف الحشر. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ചുങ്കത്തറയിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള മലപ്പുറം ഈസ്റ്റ് ജില്ലാ മുജാഹിദ് ദഅ്വാ സമ്മേളനത്തിന്റെ ജില്ലാ പ്രചരണോദ്ഘാടനത്തിന്റെ സമാപനത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാർ, നേതാക്കൾ, സഹപ്രവർത്തകന്മാർ, ഈ സദസ്സിൽ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, വിദൂരമായ ദേശങ്ങളിൽ ഇന്റർനെറ്റ് സംവിധാനങ്ങളിലൂടെ
മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും അൽ-ഇസ്ലാഹ് റേഡിയോയിലൂടെയും ഈ ശബ്ദത്തിന് കാതോർത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, സുഹൃത്തുക്കൾ, അല്ലാഹു നമ്മിൽ നിന്നെല്ലാം ഖബൂൽ ചെയ്യുകയും എല്ലാവിധ പാപങ്ങളും പൊറുത്ത് നമ്മയെല്ലാം അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തുവാനുള്ള ഒരു സാലിഹായ അമലായി നമ്മുടെ ഈ സംഗമം ഖബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, മരണം, വിചാരണ, മഹ്ശർ എന്നിങ്ങനെയുള്ള പ്രവിശാലമായ ഒരു വിഷയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എല്ലാ കാര്യങ്ങളും വിശദമായി പറയുവാൻ നമുക്ക് സാധ്യമല്ലാത്തത്ര വിശാലമായ, പരന്നു കിടക്കുന്ന, നമ്മുടെ എല്ലാം ജീവിതത്തിൽ അവസാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുമുട്ടേണ്ടുന്ന പരമപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത്. എത്രയാണോ നമുക്ക് പറയാൻ സാധിക്കുന്നതെങ്കിൽ അവിടെ വെച്ച് പറഞ്ഞു നിർത്തി ഇൻഷാ അല്ലാഹ് 2 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കിട്ടുന്ന വേദിയായ ഒദായിയിൽ അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ബാക്കി ഭാഗങ്ങളും തുടർന്നു പറയാം. സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും ആയുരാരോഗ്യം നൽകി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നാം എല്ലാവരും മനസ്സിലാക്കിയതുപോലെ സന്തോഷകരമായ, ഭക്തി നിർഭരമായ ഒരു സാഹചര്യത്തിലാണ് നാം ഉള്ളത്. അല്ലാഹുവിന്റെ തൗഫീഖ് മുഖേന പരിശുദ്ധമായ ഒരു മാസത്തിലേക്ക് നാം ഏവരും കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ദുൽഹജ്ജ് മാസം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയേറെ പുണ്യങ്ങളുണ്ടെന്ന് പറഞ്ഞ ദിനരാത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മഹനീയമായ മാസത്തിലേക്കാണ് സഹോദരങ്ങളെ നാം ഏവരും ഇപ്പോൾ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ അതിനെക്കുറിച്ച് സുദീർഘമായി സംസാരിക്കുകയല്ല, നമ്മുടെ ശ്രദ്ധയിൽ പതിയാനുള്ള ചില സൂചനകൾ മാത്രം നടത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിച്ചുകൊണ്ട് നമുക്കിതാ ഈ ദുൽഹജ്ജ് മാസത്തിന്റെ പടിവാതിൽക്കൽ, അതല്ലെങ്കിൽ ആ ദുൽഹജ്ജ് മാസത്തിൽ നാം പ്രവേശിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സൽക്കർമ്മങ്ങൾക്ക് അല്ലാഹുവിങ്കൽ ഏറ്റവും പ്രിയങ്കരമായ ദിവസങ്ങൾ ഇതുപോലെ വേറെയില്ലെന്ന് പറയപ്പെട്ട ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ, അതേ പരിശുദ്ധ ഖുർആനിൽ വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു ആണയിട്ട് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ള 10 ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ മറ്റു ദിവസങ്ങളെ പോലെ നിങ്ങൾ കാണരുത്. അതേ സൽക്കർമ്മങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും നാം ചെയ്യേണ്ടവരാണെങ്കിലും ഈ നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്ന ദിവസങ്ങളിലും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞു കടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലും ആ ദിവസങ്ങളുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു ആദരിച്ചു കഴിഞ്ഞ ദിവസങ്ങളാണ്, അല്ലാഹു ബഹുമാനിച്ച ദിവസങ്ങളാണ്. ആ ദിവസങ്ങളെ, സമയങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഫാക്സിറൂ ഫീഹിന്ന മിനത് തക്ബീരി വത്തഹ്മീദി വത്തഹ്ലീൽ, ആ ദിവസങ്ങളിൽ നിങ്ങൾ തക്ബീറുകൾ അധികരിപ്പിക്കണേ, അല്ലാഹുവിന് സ്തുതികീർത്തനങ്ങൾ അധികരിപ്പിക്കണേ, തഹ്ലീലുകൾ അധികരിപ്പിക്കണേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ആദർശത്തിന്റെ പ്രഖ്യാപനം അത് നിങ്ങൾ തുടർന്നു കൊണ്ടിരിക്കണം, അത് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം. അതേ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം, അതുപോലെ തന്നെ 5 നേരം നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നിസ്കാരങ്ങൾ, അതിന്റെ മുമ്പും ശേഷവുമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന റവാത്തിബ് സുന്നത്തുകൾ, ളുഹാ സമയത്ത് നിർവഹിക്കുന്ന ളുഹാ നിസ്കാരം, രാത്രിയിൽ ഇശാ നിസ്കാരത്തിന്റെ ശേഷം ഫജ്റാകുന്നതിന്റെ ഇടക്കുള്ള ആ സമയത്ത് നിർവഹിക്കുന്ന ഖിയാമുൽ ലൈല്, അതുപോലെ തന്നെ കുടുംബബന്ധം ചേർക്കൽ, മാതാപിതാക്കളോടുള്ള ബഹുമാനം നിലനിർത്തൽ, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യൽ, ഇസ്ലാമികമായ കാര്യങ്ങളിലേക്ക് വേണ്ട രൂപത്തിലുള്ള
എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുന്ന നിലക്ക് സദഖകളും ദാനധർമ്മങ്ങളും അധികരിപ്പിക്കൽ, നമ്മുടെ നാവിൽ നല്ല വാക്കുകൾ മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് കേൾക്കുമ്പോഴും അല്ലാത്ത സന്ദർഭങ്ങളിലും മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി സ്വലാത്തിനെ ചോദിച്ചുകൊണ്ട് സ്വലാത്ത് നിർവഹിച്ചുകൊണ്ട് ഈ രൂപത്തിലെല്ലാം അഅ്മാലു സ്വാലിഹാത്ത് എന്ന് പറയപ്പെടുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെല്ലാം ഈ ദിവസങ്ങളിൽ നമ്മൾ സമയം കണ്ടെത്തണേ. ഇതാണ് എനിക്ക് ആമുഖമായി എന്നോടും എന്റെ സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ ദിവസങ്ങളെ നാം അതിന്റെ ആദരവോടുകൂടി തന്നെയാണ് കാണേണ്ടത്. മറ്റു ദിവസങ്ങളെ പോലെ കേവലം ഒരു ദിവസങ്ങളായി കാണാതെ അല്ലാഹ് നിശ്ചയിച്ച അതിന്റെ ബഹുമതിയും ബഹുമാനവും നമ്മുടെ പ്രവൃത്തി കൊണ്ട് നാം തെളിയിക്കേണ്ടതുണ്ട്. സൽക്കർമ്മങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അല്ലാഹുവിങ്കൽ പ്രിയങ്കരമായ ദിവസങ്ങളെന്നല്ലേ പറഞ്ഞത്? ആ സൽക്കർമ്മങ്ങളായി അറിയപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അത് നിസ്കാരമായാലും നോമ്പായാലും സദഖയായിരുന്നാലും മറ്റേത് കർമ്മങ്ങളായിരുന്നാലും അതിനെല്ലാമുള്ള ഒരു ശ്രദ്ധ, അതിനോടുള്ള ഒരു ബഹുമാനം, ആ ഒരു ആദരവ്, അത് നമ്മുടെ ഖൽബിൽ തഖ്വയുണ്ടോ ഇല്ലേ എന്നതിന്റെ ഒരു ലക്ഷണമായിട്ടാണത് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. പ്രവേശിച്ചു കഴിഞ്ഞിട്ടുള്ള ഈ മാസത്തോടുള്ള ആദരവ് എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും എന്നോടെന്ന പോലെ ഉണർത്തുന്നു. ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കുക. നോമ്പെടുക്കാൻ കഴിയുന്നവരങ്ങനെ ഏതെല്ലാം അമലുകളാണോ അധികരിപ്പിക്കാൻ കഴിയുക എങ്കിൽ ആ പുണ്യമുദ്ദേശിച്ചുകൊണ്ട് നാം അത് നിർവഹിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് വലിയ സഹായം നമുക്കുണ്ടാകും. അവന്റെ ബർക്കത്തുകൾ നമ്മിലേക്ക് ചൊരിഞ്ഞു തരും. അവന്റെ നിഅമത്തുകൾ നമുക്കവൻ ചൊരിഞ്ഞു തരും. അതിനേക്കാളെല്ലാം ഉപരി പാരത്രികമായ ലോകത്ത് നരകത്തിയിൽ നിന്ന് രക്ഷ കിട്ടി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന ആ മഹത്തായ സൗഭാഗ്യത്തിന് നാം അർഹരായി തീരും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഇത്രത്തോളം ശ്രേഷ്ഠകരമായ ഈ ദിവസങ്ങളെപ്പോലും വളരെ മോശമായി കാണുന്ന അന്ധവിശ്വാസികളുണ്ട്. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ ദിവസങ്ങളെ കുറിച്ച് പോലും അത് ദുശ്ശകുനത്തിന്റെ ദിവസങ്ങളാണെന്ന് പറയുന്ന, അത് എഴുതിവിടുന്ന, അത് പ്രചരിപ്പിക്കുന്ന, അത് കലണ്ടറുകളിലൂടെ പ്രചരിപ്പിച്ച് മുസൽമാന്റെ വീടുകളുടെ ചുമരുകളിൽ തൂക്കിയിട്ടുകൊണ്ട് അല്ലാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട ദിവസങ്ങളെന്ന് പറഞ്ഞ് ഈ ദിവസങ്ങളെപ്പോലും അത് ദുർദിനങ്ങളാണ്, ബറക്കത്തില്ലാത്ത ദിവസങ്ങളാണ്, ഒരു നല്ല കാര്യങ്ങൾക്കും പറ്റിയ ദിവസങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ള സമയങ്ങളെ, അല്ലാഹ് സൃഷ്ടിച്ചിട്ടുള്ള ദിവസങ്ങളെ, അല്ലാഹ് സൃഷ്ടിച്ചിട്ടുള്ള കാലഘട്ടത്തെ സംബന്ധിച്ച് അരുതാത്തത് പറയുമ്പോൾ വാസ്തവത്തിൽ ആ ചീത്ത പറയുന്നത്, പഴിക്കുന്നത് സർവശക്തനായ അല്ലാഹുവിനെ തന്നെയാണ്. കാരണം അല്ലാഹയാണ് സമയത്തിന്റെ സൃഷ്ടാവ്, അല്ലാഹയാണ് ദിനങ്ങളെ സൃഷ്ടിച്ചത്, അല്ലാഹയാണ് സമയവും സന്ദർഭവും സൃഷ്ടിച്ചിട്ടുള്ളത്. ആ സമയത്തെ കുറിച്ച് ഏതെങ്കിലും ഒരു സമയം മോശമായ ദിവസമാണ്, ദുർദിനമാണ്, ദുശ്ശകുനമാണ് എന്നാരെങ്കിലും വിശ്വസിച്ചു പോയാൽ അത് റബ്ബിനെതിരെയുള്ള തോന്നിവാസ പ്രയോഗമാണെന്ന അർത്ഥത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് നമ്മൾ മറന്നു കളയരുത്. പുരോഹിതപ്പടയുടേതായ മർക്കസിൽ നിന്ന് ഇറങ്ങുന്ന കലണ്ടറുകളിലും അതുപോലെ തന്നെ മഅദിനിൽ നിന്ന് ഇറങ്ങുന്ന കലണ്ടറുകളിലും അതുപോലെ പല കലണ്ടറുകളിലും ലോക മുസ്ലിമീങ്ങൾ ഹജ്ജ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദുൽഹജ്ജ് 10 ഏറ്റവും വലിയ നഹ്സായി കൊണ്ടാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ഈ ദുൽഹജ്ജ് 10 വരുന്ന ദുൽഹജ്ജ് 3, ദുൽഹജ്ജ് 6 അതൊക്കെയും മോശപ്പെട്ട നഹ്സിന്റെ ദിവസങ്ങളായിക്കൊണ്ട് മുസ്ലിമീങ്ങളുടെ പേരിൽ ഇറങ്ങുന്ന കലണ്ടറുകളിൽ രേഖപ്പെടുത്തുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നേരത്തെ പറഞ്ഞ ആശയം എവിടെയാ തള്ളിക്കളഞ്ഞത്? അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം മനസ്സിലാക്കേണ്ടത് ഈ ദിവസങ്ങളെ പഴിക്കാൻ പാടില്ല. ചില ദിവസങ്ങൾക്ക് അല്ലാഹ് ചില ദിവസങ്ങളെക്കാൾ മഹത്വം കൊടുത്തിട്ടുണ്ട് എന്നത് നേരാണ്. അതുകൊണ്ട് മഹത്വം കൊടുത്തിട്ടില്ലാത്ത ദിവസങ്ങൾ മോശമാണെന്ന് അർത്ഥമില്ല.
അത് ദുർദിനമാണെന്നർത്ഥമില്ല, അത് ദുശ്ശകുനത്തിന്റെ ദിവസങ്ങളാണെന്നർത്ഥമില്ല. അതുകൊണ്ട് അങ്ങനെ ദിവസങ്ങൾക്ക് നഹ്സ് കൽപ്പിച്ചുകൊണ്ട്, ദുശ്ശകുനം കൽപ്പിച്ചുകൊണ്ട് ദുർദിനങ്ങളായി പ്രഖ്യാപിക്കുന്ന പരിപാടി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിൽ നിന്നുണ്ടാകാത്തതാണ്, മറിച്ച് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതേ അവസരത്തിൽ അത് അല്ലാഹുവിനെ തവക്കുലാക്കാത്ത മറ്റേതോ അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ടിട്ടുള്ള യഹൂദിയുടെ സംസ്കാരമാണെന്ന് അതേ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയത് ധാരാളം സന്ദർഭങ്ങളിൽ നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് സാന്ദർഭികമായി ഉണർത്തുന്നു, ഞാനും നിങ്ങളും ഇപ്പോൾ നിലകൊള്ളുന്ന പ്രവേശിച്ചിട്ടുള്ള ഈ പവിത്രമായ മാസം, ആ മാസത്തിന്റെ സമയങ്ങളോട് വളരെയേറെ ആദരവും ബഹുമാനവും കൽപ്പിച്ചുകൊണ്ട് അന്ന് എന്താണോ നിർവഹിക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വേണം. അതിനു വേണ്ട ആവേശം നമുക്കുണ്ടാകണം. സൽക്കർമ്മങ്ങളുടെ കാര്യത്തിലാണ് വീറും വാശിയുമൊക്കെ നമുക്കുണ്ടാകേണ്ടത്. അതേ റബ്ബ് നമ്മളോട് പറഞ്ഞ ഈ ദിവസങ്ങളിൽ നമുക്ക് നിർവഹിക്കാവുന്ന ദുൽഹജ്ജ് 10-നോ 11-നോ 12-നോ 13-ന് മഗ്രിബിന്റെ മുമ്പായി വരെ നിർവഹിക്കാവുന്ന മറ്റൊരു കർമ്മമല്ലേ ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. അല്ലാഹുവിന് വേണ്ടി മാത്രം അറവ് നടത്തുക, റബ്ബല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി ഒരുപാട് കുരുതിക്കളങ്ങളും ബലിപീഠങ്ങളും ബലിക്കല്ലുകളുമൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഒരു ലോകത്ത് അതേ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു കൽപ്പിച്ചില്ലേ, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. നബിയേ, ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങൾ നാം താങ്കൾക്ക് നൽകിയിരിക്കുന്നു, ധാരാളം ധാരാളം നന്മകൾ അങ്ങേക്ക് നൽകിയിരിക്കുന്നു. ഫസല്ലി ലിറബ്ബിക, ആകയാൽ താങ്കൾ താങ്കളുടെ രക്ഷിതാവിന് വേണ്ടി മാത്രം നമസ്കരിക്കൂ. വൻഹർ, അവന് വേണ്ടി അറവ് നടത്തുകയും ചെയ്യുക എന്ന് അല്ലാഹു തആല കൽപ്പിച്ചില്ലേ. റബ്ബിന് വേണ്ടിയല്ലാത്തവരറവ് അള്ളാന്റെ പൊരുത്തം മാത്രം, അവന്റെ പുണ്യം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെ മറ്റു ദേവതകളില്ലെന്ന്, ദേവികളില്ലെന്ന്, പുണ്യാളന്മാരില്ലെന്ന്, മറ്റുള്ളവരില്ലെന്ന്, തങ്ങൾമാരില്ലെന്ന്, ശൈഖുമാരില്ലെന്ന്, ബീവിമാരില്ലെന്ന് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അതേ അവരില്ലെന്ന് പ്രത്യേകമായ കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന സർവബലികളും അറവുകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാഹുവല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി അറുത്ത അറവുകളുടെ എല്ലാം ശാപമാണ്, അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയില്ലേ. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, സഹോദരാ, നമുക്ക് നിർവഹിക്കാനുള്ള ഒരു വലിയ സുവർണ അവസരം ഇതാ മുന്നിൽ വരുന്നു. അള്ളാന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട്, അവനിൽ നിന്ന് പുണ്യം മോഹിച്ചുകൊണ്ട്, പരലോകത്ത് സ്വർഗം മോഹിച്ചുകൊണ്ട്, പാപമോചനത്തെ ആഗ്രഹിച്ചുകൊണ്ട്, നരകവിമോചനത്തിന് മോഹിച്ചുകൊണ്ട്, അതേ അവനിൽ നിന്നുള്ള പ്രത്യേകമായ അടുപ്പം മോഹിച്ചുകൊണ്ട് നിർവഹിക്കാവുന്ന ആ കർമ്മത്തിന്റെ കാര്യത്തിൽ എല്ലാവർക്കും ശ്രദ്ധയുണ്ടാകണം. കാരണം അത് ഞാൻ എൻ്റെ നാഥന് വേണ്ടി മാത്രമേ നിർവഹിക്കൂ എന്നത്. അതേ, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. അതേ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞയല്ലേ അത്. നിശ്ചയം എൻ്റെ നിസ്കാരം, എൻ്റെ ബലികർമ്മം, മറ്റനുഷ്ഠാന മുറകളെല്ലാം, എൻ്റെ ജീവിതം, എൻ്റെ മരണം എല്ലാം സർവലോക പരിപാലകന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ്. അവനിൽ ഞാൻ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. അക്കാര്യം കൊണ്ട് ഞാൻ കൽപ്പിക്കപ്പെട്ടവനാണ്. ഞാനത് സമ്മതിച്ച് അതിന് കീഴ്പ്പെട്ട് അംഗീകരിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങളിൽപ്പെട്ടവൻ തന്നെ എന്ന നിസ്കാരത്തിൽ നമ്മൾ അല്ലാഹുവിനോട് പറയുന്നുവല്ലോ. അതുകൊണ്ട് ആ പ്രഖ്യാപനത്തെ മുഖവിലക്കെടുത്തുകൊണ്ട്
നിസ്കാരം റബ്ബിനു വേണ്ടി നിർവഹിക്കും പോലെ അതേ അറിവുകളും അനുഷ്ഠാനങ്ങളും ബലികർമ്മങ്ങളും സർവശക്തനായ നാഥന് വേണ്ടി നിർവഹിക്കുവാൻ അല്ലാത്തവർക്ക് വേണ്ടി അറിവുകൾ നടത്തുന്ന ജനതക്കിടയിൽ ആ മഹത്തായ പുണ്യകർമ്മത്തെ ജീവിപ്പിച്ച് ഏറ്റവും അതിൽ ആവേശം കാണിക്കാൻ തീരുമാനം എടുക്കാൻ വൈകിയിട്ടില്ലാത്ത നേരത്താണ് എന്നോടും നിങ്ങളോടും ഈ ഉത്ബോധനം പറയുന്നത്. അത് ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഇനി സഹോദരന്മാരെ, നമ്മുടെ സഹോദരങ്ങളതാ വിശുദ്ധ ഭൂമിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി അതാ അവരെത്തിക്കൊണ്ടിരിക്കുകയാണ്. പലരും യാത്ര പുറപ്പെട്ട് വഴിയിലാണ്. ഹറമുകളിൽ എത്തിയവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ആ മഹത്തായ കർമ്മം നിർവഹിച്ച് സന്തോഷത്തോടുകൂടി മഖ്ബൂലും മബ്റൂറുമായ നിലക്ക് കർമ്മം നിർവഹിച്ചുകൊണ്ട് അവരവരുടെ കുടുംബങ്ങളിലേക്ക് വന്നു ചേരുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. അതേ, എന്തിനു വേണ്ടിയാണ് അവിടെ പോയത്? എന്താണ് അവിടെ നടക്കുന്ന കർമ്മം? എന്താണ്? അതേ, സർവശക്തനായ നാഥന്റെ കഴിവ്, മനുഷ്യരായ നമ്മുടെ കഴിവുകേട്, നമ്മുടെ ദുർബലതകൾ, അല്ലാഹുവിന്റെ എല്ലാവിധത്തിലുള്ള ഖുദ്റത്തുകളും പ്രഖ്യാപിച്ചുകൊണ്ട് അവനെ മാത്രമേ ഞാൻ വണങ്ങുകയുള്ളൂ, അവനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. കാരണം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അവനാണ്. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവചരാചരങ്ങളുടെയും സൃഷ്ടാവ് അവൻ മാത്രമാണ്. ആ റബ്ബിൽ ഒരാളെയും പങ്കുചേർക്കാൻ എനിക്ക് പാടില്ല. അത് മഹാപാതകമാണ്. എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവാണ്. ആ അല്ലാഹുവിനാണ് എല്ലാ സ്തുതികളും. അതേ, കിട്ടുവാൻ അർഹതപ്പെട്ട ഒരേ ഒരു ശക്തിയും അവനാണ്. ഈ രൂപത്തിലുള്ള ആശയങ്ങളെ കൃത്യമായി പ്രഖ്യാപിക്കുകയാണ്. ഹാജിമാരതാ പുണ്യഭൂമികളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നേരത്ത് അതേ അവരുടെ ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് അവരുടെ ചുണ്ടുകളിലൂടെ വഴിഞ്ഞൊഴുകുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം എന്താണ്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് വിനീതദാസന്മാരിതാ നിന്റെ അടുക്കലേക്ക് വരുന്നു. നിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളിതാ മുന്നോട്ട് വരുന്നു. നിനക്ക് ഒരു പങ്കാളിയുമില്ല അല്ലാഹുവേ. എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉടമ നീയാണ്. എല്ലാ സ്തുതികൾക്കും വാസ്തവത്തിൽ അർഹനും നീ മാത്രമാണ്. നിനക്കാണല്ലോ സർവസ്തുതിയും. നീ മാത്രമാണല്ലോ ആരാധ്യൻ. നീയല്ലാതെ ഒരാരാധ്യനും ഇല്ലേ? ഇല്ല. ഈ തൗഹീദിന്റെ പ്രഖ്യാപനം സർവലോക പരിപാലകനായ സൃഷ്ടാവായ ആ അല്ലാഹുവിനെ വാഴ്ത്തുന്ന പ്രഖ്യാപനം, എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന പ്രഖ്യാപനം. കാരണം മാനവ സമൂഹത്തോട് അല്ലാഹു പറഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. ഓ മനുഷ്യരെ, മുസ്ലിമീങ്ങളെ എന്നല്ല, അറബികളെ എന്നല്ല, മറ്റേതെങ്കിലും നിറമുള്ളവരെ എന്നല്ല അഭിസംബോധന. സർവമാനവ സമൂഹത്തെയും വിളിച്ചുകൊണ്ട് അല്ലാഹു അവന്റെ വിശുദ്ധ ഗ്രന്ഥത്തിലെ 2-ാമത്തെ അധ്യായത്തിലൂടെ കാണുന്ന 1-ാമത്തെ അഭിസംബോധനയിൽ പറയുന്നത് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ, രക്ഷിതാവിനെ മാത്രം ആരാധിക്കണേ. അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ, നിങ്ങളുടെ മുമ്പുള്ളവനെ സൃഷ്ടിച്ചവൻ, ആകാശത്തെ സംവിധാനിച്ച് തന്നവൻ, ഭൂമിയെ വിധാനിച്ച് തന്നവൻ, ഭുവനലോകത്തേക്ക് അതേ വാനലോകത്ത് നിന്ന് വെള്ളം ഇറക്കി തന്നുകൊണ്ട് അതിലൂടെ സസ്യലതാദികളും കാർഷികോൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അന്നം തരുന്നവനൊക്കെ അവൻ മാത്രമാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. അതുകൊണ്ട് ഫലാ തജ്അലൂ ലില്ലാഹി അന്ദാദാ. ആ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതിൽ മറ്റൊരാൾക്കും ഒരു പങ്കില്ലെന്ന് എല്ലാ ആളുകൾക്കും ഉൾക്കൊള്ളാവുന്ന സത്യം. അതിൽ ഹൈന്ദവർക്ക് പ്രത്യേകമായ അഭിപ്രായ വ്യത്യാസമില്ല, ക്രൈസ്തവർക്ക് തർക്കമില്ല, മറ്റേതെങ്കിലും ആളുകൾക്ക് തർക്കമില്ല. എല്ലാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സർവലോക പരിപാലകനായ നാഥൻ,
അവനീ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരാൾക്കും പങ്കില്ല. സൃഷ്ടിപ്പിലോ സംഹാരത്തിലോ മഴ തരുന്നതിലോ ജീവിപ്പിക്കുന്നതിലോ മരിപ്പിക്കുന്നതിലോ നിയന്ത്രിക്കുന്നതിലോ ഭൂമിയെ വിധാനിച്ചതിലോ ആകാശത്തെ സംവിധാനിച്ചതിലോ അതൊക്കെ റബ്ബ് മാത്രമല്ലേ ചെയ്തത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും ഭുവനലോകത്തേക്ക് കിട്ടിയിട്ടുള്ള സർവ്വ നിഅമത്തുകളും ഫമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, ആ അല്ലാഹുവിങ്കൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നടത്തുന്ന മുഴുവൻ പ്രാർത്ഥനകളും സർവ്വ അർച്ചനകളും ആരാധനകളും ബലികളും നിങ്ങളുടെ സത്യങ്ങളും വഴിപാടുകളുമെല്ലാം ആ റബ്ബുൽ ആലമീനിലേക്ക് മാത്രം തിരിക്കണേ. സർവർക്കും ഉൾക്കൊള്ളുകാവുന്ന ലളിതമായ ഒരു സത്യമാണ് സഹോദരങ്ങളെ ഇവിടെ അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ആ പ്രഖ്യാപനമാണ് സഹോദരങ്ങളെ വിശുദ്ധമായ ഈ മാസത്തിൽ തെൽബിയത്തിലൂടെ ഹാജിമാര് മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ, അതുകൊണ്ട് തന്നെ ആ പ്രത്യേകമായ ആ കർമ്മം നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭം സഹോദരങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദുൽഹജ്ജ് മാസമാണ്. ആ മാസത്തിൽ സ്വതക്ക വർദ്ധിപ്പിക്കേണ്ടുന്ന സന്ദർഭമാണ്. പ്രത്യേകിച്ചിതാ ഇപ്പോൾ ഇന്ന് മഗ്‌രിബ് അസ്തമിച്ചതോടുകൂടി മഹത്തായ സൽക്കർമ്മങ്ങൾക്ക് ഏറെ പുണ്യകരമായ സമയത്തിലാണല്ലോ നാം ഉള്ളത്. അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, ദുൽഹജ്ജ് മാസത്തിലതാ പവിത്രമായ ഹജ്ജ് വരുന്നു. മറ്റൊരു കാലത്തുമില്ലാത്ത അതേത് കാര്യങ്ങളും ഒരുമിച്ച് വരുന്ന ഒരു മാസമാണിത്. ഹാജിമാര് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ആ തൽബിയത്ത്, ആ തൗഹീദിന്റെ പ്രഖ്യാപനം, ഹജ്ജ് ചെയ്ത മുസ്ലിമീങ്ങളെ, ഇനി ഹജ്ജിന് പോകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓ സഹോദരീ സഹോദരാ, അതേ ഹജ്ജ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അറിയാമല്ലോ. സർവശക്തനായ നാഥനോട് മാത്രമേ ഞാൻ എൻ്റെ ആരാധനകൾ സമർപ്പിക്കൂ, അവന്റെ മുമ്പിലേ ഞാൻ വണങ്ങൂ. അതേ അവസരത്തിൽ ആദരിക്കേണ്ടവരെ ഞാൻ ആദരിക്കും, ബഹുമാനിക്കേണ്ടവരെ ഞാൻ ബഹുമാനിക്കും. അതേ തന്നിൽ മൂത്തവരെ ഞാൻ ബഹുമാനിക്കും, നേതാക്കളെ ഞാൻ അനുസരിക്കും, ചെറിയവരോട് ഞാൻ കരുണ കാണിക്കും. പക്ഷേ ഇബാദത്ത്, ആരാധന എന്ന് പറയാവുന്ന ഒരു കാര്യമോ ഒരു കാര്യത്തിന്റെ അംശമോ സർവലോക പരിപാലകനായ രക്ഷിതാവിന് വേണ്ടിയല്ലാതെ ഞാൻ നിർവഹിക്കൂല. വബിദാലിക ഉമിർതു, അക്കാര്യം കൊണ്ട് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വഅന മിനൽ മുസ്ലിമീൻ, ഞാനത് അംഗീകരിക്കുന്ന മുസ്ലിമാണ്, ഞാനത് വിശ്വസിക്കുന്ന മുസ്ലിമാണ്, ഞാനത് അംഗീകരിക്കുന്ന മനുഷ്യനാണെന്നല്ലേ വിനയത്തോടെ 5 നേര നിസ്കാരങ്ങളിലും നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ സഹോദരന്മാരെ, മുജാഹിദുകൾ എന്തിനാണ് ഇങ്ങനെ ജനങ്ങളോട് ഏത് ഘട്ടങ്ങളിലും ഈ തൗഹീദിന്റെ പ്രാധാന്യം പറയുന്നത്? സർവലോക രക്ഷിതാവിനോടല്ലാതെ പ്രാർത്ഥിക്കരുത്, ജാറങ്ങളിലുള്ളവരോട് പ്രാർത്ഥിക്കരുത്, നിങ്ങൾ ഖബറുകളിലുള്ളവരോട് വിളിച്ച് തേടരുത്. ഒരു വസ്തുക്കളോടും ഒരു വ്യക്തികളോടും പ്രാർത്ഥിച്ചു പോകരുത്. സർവശക്തനായ അല്ലാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന് മുസ്ലിമീങ്ങളതാ, മുജാഹിദുകളതാ എല്ലാ വേദികളിലും സ്റ്റേജുകളിലും പേജുകളിലൂടെയും ഈ ഒരു ആദർശം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ പ്രസക്തി എന്താണ്? നമ്മൾ ചിന്തിക്കണം. ഇത്രത്തോളം മഹനീയമായി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം ജനസമൂഹങ്ങളിലേക്ക് അരക്കിട്ടുറപ്പിക്കുന്ന ഈ മഹനീയമായ കർമ്മത്തിന് പോകുന്ന ഹാജിമാരെ ചില ആളുകൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ്? ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതൊരു അന്താരാഷ്ട്ര ഉറൂസാകുന്നു. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതൊരു അന്താരാഷ്ട്ര ഉറൂസാണ്, ഒരു ഇന്റർനാഷണൽ ആണ്ട് നേർച്ചയാണ് എന്ന് പറഞ്ഞ് ക്ലാസ് കൊടുത്ത് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് കുറെ ഹജ്ജ് ഗ്രൂപ്പുകൾ മക്കയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം, ഇത് അള്ളാന്റെ ദീനിനെ വികലമാക്കലല്ലേ. ഒന്നും മനസ്സ് കൊടുത്തുകൊണ്ട് ആലോചിക്കണം. നിഷ്പക്ഷ
പ്രത്യക്ഷമായി ചിന്തിക്കണം. ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും എടുത്ത് പരിശോധിച്ചു നോക്കൂ. ഇഹ്റാമിൽ ഒരു ഹാജി പ്രവേശിച്ച് കഴിയുന്നത് മുതൽക്ക് അവൻ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും സർവശക്തനായ റബ്ബിലേക്ക് അവന്റെ മനസ്സിനെ അങ്ങ് തിരിച്ചുവിട്ട് അവനോട് മാത്രം സങ്കടം പറഞ്ഞ് അവനെ മാത്രം ആരാധിച്ച് അവനോട് മാത്രം പ്രാർത്ഥിച്ച് അവനോട് മാത്രം എല്ലാ കാര്യങ്ങളും വരമേൽപ്പിച്ചുകൊണ്ട് അതേ അങ്ങനെ തന്നെ ജീവിച്ചു കൊള്ളാമെന്ന പ്രതിജ്ഞയോടെ മടങ്ങിപ്പോരുന്ന മഹനീയമായ ഹജ്ജ് കർമ്മത്തെ വികലമാക്കിയിട്ട് നമ്മുടെ കൂട്ടത്തിലെ ഒരു കക്ഷിയതാ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം. ചില സാധുക്കളൊക്കെ ചോദിക്കും, നിങ്ങൾ മൈക്ക് കെട്ടി അങ്ങനെ പറയുന്നു, മറ്റേ കക്ഷികൾ അങ്ങനെ പറയുന്നു, എന്താണിപ്പോ ഞങ്ങൾ ചെയ്യുക എന്ന് വേവലാതിപ്പെടാറില്ലേ? നിങ്ങൾ കേട്ടോ, നമ്മുടെ നാട്ടിലതാ ഖബർ വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്ന കക്ഷികൾ അതേ ജാറങ്ങളിലേക്ക് ദർഗകളിലേക്ക് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി, സന്താന ലബ്ധിക്ക് വേണ്ടി, രോഗനിവാരണത്തിന് വേണ്ടി മഹാന്മാരുടെ ഖബർസ്ഥാനുകളിലേക്ക്, ഖബറുകളിലേക്ക്, ദർഗകളിലേക്ക്, മഖാമുകളിലേക്ക് ഉറൂസിന് വേണ്ടി പുറപ്പെടുന്ന, ആണ്ട് നേർച്ചക്ക് പുറപ്പെടുന്ന ആളുകൾ എന്താ ചെയ്യുന്നത്? അവരെ വിളിച്ച് തേടുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ആ രൂപത്തിലുള്ള കാര്യത്തിന് തെളിവുണ്ടാക്കിയ കോലം കേൾക്കണോ? പരിശുദ്ധമായ ഹജ്ജ് അന്താരാഷ്ട്ര ഉറൂസാണെന്നാണ് പറഞ്ഞ് അതപ്പതിപ്പിച്ചത്. അന്താരാഷ്ട്ര ആണ്ട് നേർച്ചയാണ് മക്കയിൽ നടക്കുന്നതെന്നാണ് പറഞ്ഞു ഫലിപ്പിച്ചിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് കേട്ടോ, ഞാനൊരു മാസികയിൽ നിന്ന് ചില വരികൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നു. എന്താണ് ആ മാസികയിൽ വന്നത്? ഇസ്ലാം വിഭാവനം ചെയ്യുന്ന തൗഹീദിന്റെ പൂർണ്ണതയ്ക്ക് അനിവാര്യമായ ഒരു ട്രെയിനിങ് കോഴ്സാണ് ഹജ്ജും ഉംറയും മദീന സന്ദർശനവും എന്ന് കാണാം. അപ്പൊ തൗഹീദിന്റെ പൂർണ്ണതയ്ക്ക് അനിവാര്യമായ ഒരു ട്രെയിനിങ് കോഴ്സാണ് ഹജ്ജും ഉംറയും മദീന സന്ദർശനവും എന്ന് ആദ്യം പറഞ്ഞു. ഇനി കേട്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തുല്യ പ്രാധാന്യത്തോടെ മുഹമ്മദുർ റസൂലുള്ളയും അംഗീകരിക്കുന്നവനാണല്ലോ ഏകദൈവ വിശ്വാസി. ആരാധ്യൻ അല്ലാഹു മാത്രമാണെന്നും എന്നാൽ അല്ലാഹുവിന്റെയും സാധാരണ ജനങ്ങളുടെയും ഇടയിൽ പ്രവാചകന്മാരെന്ന ഇടയാളുകളുണ്ട് എന്നുമാണല്ലോ കലിമത്തു തൗഹീദിന്റെ ഉള്ളടക്കം. എനിക്കേട്ടോ സഹോദരന്മാരെ, എങ്കിൽ പിന്നെ പ്രസ്തുത ഇടയാളുകളെ പരിചയപ്പെടുക. ഇനിയാണ് അപകടം കേട്ടോ. അവരുമായി ബന്ധം പുലർത്തുക, അവരെ ആദരിക്കുക, അവരുടെ സ്മരണകൾ പുലർത്തുക, അവരോട് ബന്ധപ്പെട്ട പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക. അതൊക്കെ പറഞ്ഞിട്ട് പറയാണ്, അവരോട് സഹായം തേടുക, അവരെ കൊണ്ട് ഇട തേടുക, അവരോട് ബന്ധപ്പെട്ട വസ്തുക്കളുടെ ബറക്കത്തെടുക്കുക മുതലായ കാര്യങ്ങൾ തൗഹീദിന്റെ പൂർണ്ണതയ്ക്ക് അനിവാര്യമായി തീരുന്നു. കണ്ടോ, മഹാന്മാരായ ആളുകളെ അവരുടേതായ സ്മരണകൾ അയവിറക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ പോയി മഹാന്മാരെ വിളിച്ച് തേടണം, അവരെ വിളിച്ച് സഹായം തേടണം, അവരെ വിളിച്ചുകൊണ്ട് സങ്കടം പറയണം. എങ്കിലേ തൗഹീദ് പൂർണ്ണമാകൂ എന്നാണ് എഴുതിവിട്ടിരിക്കുന്നത്. എന്നിട്ട് കേട്ടോ, ഈ മഹത്തായ ലക്ഷ്യം അതിവിപുലമായി തന്നെ ഹജ്ജ്, ഉംറ, മദീന സിയാറത്ത് എന്നിവയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹജ്ജും ഉംറയും അന്താരാഷ്ട്ര ഉറൂസാണെന്ന് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ അന്താരാഷ്ട്ര ആണ്ടുനേർച്ച എന്നും പറയാം. നമ്മുടെ നാട്ടിൽ മക്ബറകളിലേക്ക് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി സിയാറത്ത് ടൂർ എന്ന പേരിൽ ആളുകളെ കൊണ്ടുപോകുന്ന ഒരു കമ്പനിയുടെ സത്യധാര എന്ന് പറയുന്ന അവരുടെ പ്രസിദ്ധീകരണത്തിൽ അവരിതാ ഹജ്ജും ഉംറയും സിയാറത്തുമൊക്കെ മഹാന്മാരെ വിളിച്ച് തേടാനും പ്രാർത്ഥിക്കാനും, അതേ അവിടെ വെച്ചവരെ ഓർത്താൽ മാത്രം പോരാ, ഓർമ്മ വരുമ്പോൾ അവരെ വിളിച്ച് സഹായം തേടണം, അവരെ വിളിച്ച് മധ്യസ്ഥന്മാരാക്കിക്കൊണ്ട് ഇടതേടി പ്രാർത്ഥിക്കണം. ഈ രൂപത്തിലല്ലേ വിശദീകരിച്ചത്. ഈ ക്ലാസ് കേട്ട് ഹജ്ജിന് പോയ ഒരു മനുഷ്യനോട് പറയുന്നത്, അറഫാത്തിലെത്തുമ്പോൾ നമ്മുടെ ആദിമ പിതാവും മാതാവുമായ ആദമിനെയും ഹവ്വയെയും നിനക്ക് ഓർമ്മ വരും, അവരവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത് എന്നും പറയുന്നു. അതേ, പിന്നീട് മുസ്ദലിഫയിലാണ് അവർ രാത്രിയിൽ താമസിച്ചത്. അപ്പൊ അവിടെയൊക്കെ അവരെ ഓർക്കുമ്പോ അവരെ വിളിച്ച് സഹായം തേടിയിട്ടില്ലെങ്കിൽ നിന്റെ തൗഹീദ് പൂർണ്ണമല്ല.
അതുപോലെ തന്നെ ഹാജറ റളിയല്ലാഹു അൻഹയെ ഓർക്കാതിരിക്കുമോ? ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഓർമ്മ വരാത്ത ഹാജി ഉണ്ടാകുമോ? ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ഓർക്കാത്ത ഹാജിമാരുണ്ടാകുമോ? മഹാനായ അന്ത്യപ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഓർക്കാത്ത ഹജ്ജ് ഉംറ സിയാറത്തിന്റെ കർമ്മങ്ങൾ ഉണ്ടാകുമോ? അതേ, അങ്ങനെയൊക്കെ ഓർക്കുമ്പോ അവരെ വിളിച്ച് സഹായം തേടണം, അവരോട് സങ്കടം പറയണം. അത് തൗഹീദിന്റെ പൂർണ്ണതയ്ക്ക് അനിവാര്യമാണെന്ന് എഴുതിവിടുമ്പോൾ നിങ്ങൾ ചിന്തിച്ചോ, ഹജ്ജും ഉംറയും ഒക്കെ ഒരു അന്താരാഷ്ട്ര ആണ്ട് നേർച്ചയും ഉറൂസും ഒക്കെയാണ്. ഉള്ളാളത്തെ ഉറൂസ് പോലെ, പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിൽ നടക്കുന്ന ആണ്ട് നേർച്ച പോലെ, മമ്പുറത്തെ ആണ്ട് നേർച്ച പോലെ, ഭീമാപ്പള്ളി ദർഗയിലുള്ള അതേ ചന്ദനക്കുടോ മഹോത്സവ ഉറൂസ് പോലെ ഈ രൂപത്തിൽ ഖബർസ്ഥാനുകളിൽ മറവിട്ട് കിടക്കുന്ന ആളുകളെ വിളിച്ച് സഹായം തേടുന്ന, അവരോട് കാര്യങ്ങൾക്ക് വേണ്ടി കരഞ്ഞു യാചിച്ചു പ്രാർത്ഥിക്കുന്ന, അത്തരത്തിലുള്ള കാര്യങ്ങളും അനിസ്ലാമികതകളും നടന്നുകൊണ്ടിരിക്കുന്ന ഉറൂസുകളോട്, ആണ്ട് നേർച്ചകളോട് തുല്യപ്പെടുത്തിയിട്ടല്ലേ പവിത്രമായ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്തെ സ്തംഭമായ ഹജ്ജിനെ ഈ കൂട്ടർ പരിചയപ്പെടുത്തിയത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് വല്ലാത്ത ദുരന്തമായി മുസ്ലിമേ നീ മനസ്സിലാക്കി വെക്കണം. അതുകൊണ്ട് ഹജ്ജിനെ വികലമാക്കിയ കക്ഷികൾ അവരോട് സ്നേഹത്തോടെ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ വിശുദ്ധ ഭൂമിയിലേക്ക് പോകുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് സഹായം തേടാനല്ല, ഇസ്മായിൽ നബിയോട് സഹായം തേടാനല്ല. ഹജ്ജിന്റെ ഒരു കർമ്മങ്ങളിലും യാ നബി അല്ലാഹി ഇബ്രാഹിം, യാ നബി അല്ലാഹി ഇസ്മായിൽ, യാ ഹജറ എന്ന് വിളിച്ചുകൊണ്ട്, മഹാന്മാരെ മഹദികളെ വിളിച്ചുകൊണ്ടുള്ള ഒരു അർത്ഥനയും ഒരു തേട്ടവും പഠിപ്പിക്കപ്പെട്ടിട്ടില്ലല്ലോ. അതല്ലെങ്കിൽ ബിഹഖി ഇബ്രാഹിം അലൈഹിസ്സലാം വബിഹഖി ഇസ്മായിൽ അലൈഹിസ്സലാം വബിഹഖി ഹാജറ റളിയല്ലാഹു അൻഹാ ഒരു പ്രാർത്ഥനയോ ഒരു പ്രാർത്ഥനയുടെ തുണ്ടമോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ. അപ്പൊ വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തെ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മനുഷ്യ മനസ്സുകളിൽ അരക്കിട്ടുറപ്പിക്കുന്ന ആ ഹജ്ജ് കർമ്മത്തെ പോലും റബ്ബിലേക്ക് മാത്രം പ്രാർത്ഥനകൾ തിരിക്കാൻ വേണ്ടി മനുഷ്യന് ഏറ്റവും വലിയ മെസ്സേജും സന്ദേശവും നൽകുന്ന മഹനീയമായ ഹജ്ജ് കർമ്മത്തെ പോലും നമ്മുടെ നാടുകളിൽ നടക്കുന്ന അനിസ്ലാമികമായ ഉറൂസുകളോട്, ആണ്ട് നേർച്ചകളോട് തുല്യപ്പെടുത്തി തരം താഴ്ത്തുമ്പോൾ അത് വിശദീകരിക്കുന്ന, അത് പ്രചരിപ്പിക്കുന്ന, അത് വിശ്വസിക്കുന്ന അതിന്റെ പ്രയോക്താക്കളും പ്രചാരകരുമായ ആളുകളെ ഈ വിശ്വാസവുമായി കൊണ്ട് മരിച്ചുപോയാൽ, മരണം വരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ദുരന്തം? അതുകൊണ്ട് നമുക്ക് നന്നായി മരിക്കണ്ടേ? എന്തിനാ ഈ വിഷയങ്ങളൊക്കെ പറയുന്നത്? ആരോടെങ്കിലും പകയുണ്ടോ, വിദ്വേഷമുണ്ടോ? ആരോടെങ്കിലും ഏതെങ്കിലും കാര്യത്തിലുള്ള വ്യക്തിവൈരാഗ്യമുണ്ടോ? ഇല്ലല്ലോ. നമ്മളെല്ലാം സഹോദരങ്ങളാണ്. അതേ, നമുക്കൊക്കെ മരിച്ചു പോകണം, നമുക്കെല്ലാം ഈ മണ്ണിലലിയേണ്ടവരാണ്. സമയമെത്തിക്കഴിഞ്ഞാൽ റബ്ബിന്റെ വിളിക്ക് ഉത്തരം നൽകേണ്ടവരാണ്, ഈ മണ്ണോട് ചേരേണ്ടവരാണ്. ഇവിടെ നിന്ന് വീണ്ടും അല്ലാഹ് നിശ്ചയിക്കുന്ന പ്രതലത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് പോകേണ്ടവരാണ്. മാനവ സമൂഹം മുഴുവനും, അതേ, എല്ലാ വർഗങ്ങളും സമൂഹങ്ങളും മനുഷ്യരും ഭൂതവർഗങ്ങളും ജിന്നുകളുമെല്ലാം അല്ലാഹുവിന്റെ കോടതിയിൽ പോയി നിൽക്കേണ്ടവരാണ്. അതേ, ഈ ലോക ജീവിതത്തിന്റെ ഇടക്ക് സംഭവിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും കൃത്യമായി മറുപടി പറയണമല്ലോ എന്ന ബോധത്തോടെ ജീവിക്കേണ്ടവനല്ലേ മുസ്ലിമീങ്ങളായ അതേ ഓരോ മനുഷ്യന്റെയും ഉത്തരവാദിത്തം അതല്ലേ? നമുക്കങ്ങനെ നല്ല നിലക്ക് മരിക്കാൻ കഴിയണമെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ളതും അല്ലാത്തതുമായ അന്ധവിശ്വാസത്തിന്റെ മാറാപ്പ് പേറിക്കൊണ്ട് നടന്നാൽ നമുക്കങ്ങനെ മരണപ്പെടാൻ കഴിയുമോ? നല്ലവരായ നിലക്ക് മരിക്കാൻ കഴിയുമോ? മരണം അതേ സത്യമായ യാഥാർത്ഥ്യം. അതിനാരും ആയത്തും ഹദീസും ഓതി സ്ഥാപിക്കേണ്ടതില്ല. ദിനേന മരണങ്ങൾ നമ്മൾ കാണുന്നു, കേൾക്കുന്നു. എത്രയോ ജനാസകൾക്ക് നമ്മൾ സാക്ഷികളാകുന്നു.
അതേ ഒരുപാട് മരണവാർത്തകൾ ദിനേന വായിക്കുന്നു. പ്രായഭേദമില്ലല്ലോ, അതേ ലിംഗഭേദമില്ലല്ലോ, രോഗിയായിക്കൊള്ളണമെന്നില്ലല്ലോ, ഇനി രോഗിയായിട്ട് കൊല്ലങ്ങളോളം കിടന്നാലും ചിലപ്പോൾ മരിക്കുന്നുമില്ലല്ലോ. അതല്ലേ ചിന്തിപ്പിക്കാൻ വേണ്ടി മനുഷ്യനോട് ആവശ്യപ്പെടുന്നത്. ഓ മനുഷ്യ, നീ ദുനിയാവിൽ ഇവിടെ ജീവിക്കുമ്പോ നീ വിചാരിക്കുന്നുണ്ടോ അതേ എപ്പോഴും എനിക്കിവിടെ ശാശ്വതത്വമുണ്ടെന്ന് കരുതുന്നുണ്ടോ? വകം മിൻ ഫതൻ യുംസി വയുസ്ബിഹു ലാഹിയാ വഖദ് നൂസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രീ. ഓരോരുത്തരും ഗൗരവത്തോടെ ചിന്തിക്കണം. അതേ നമ്മൾ ആ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നു, പ്രഭാതം കഴിഞ്ഞ് പ്രദോഷത്തിലെത്തുന്നു. ആർക്കെങ്കിലും ഉറപ്പുണ്ടോ നാളെ നേരം പുലരുമെന്ന്? അതേ ഞാൻ പ്രഭാതത്തിലുണ്ടാകുമെന്ന്. നമ്മളിങ്ങനെ കളിച്ചുല്ലസിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോ, അതേ തർക്കിച്ച് മുന്നോട്ട് പോകുമ്പോ, വാശിയും പിടിച്ചുപറിയും അഴിമതിയും അതേ മോശത്തരങ്ങളും ദുരാരോപണങ്ങളുമായി കൊണ്ട് നടക്കുമ്പോ മനുഷ്യ ഒന്ന് ചിന്തിച്ചുകൂടെ? എപ്പോഴാ മരണം വന്നെത്തുന്നത്? നമ്മെ മരിച്ചു കഴിഞ്ഞാൽ നമ്മെ പൊതിയാനുള്ള കഫൻ പുടവ അത് തൊട്ടടുത്ത റെഡിമെയ്ഡ് ഷോപ്പിൽ, തുണി ഷോപ്പിൽ എത്തിയിട്ടുണ്ടല്ലോ. അതേ നെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. ഈ അർത്ഥത്തിലൊക്കെ ചിന്തിച്ചു നോക്കുമ്പോ മനുഷ്യനോട് പറയുകയാണ്, വകം മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനം മിനദ്ദഹരി. എത്രയോ യാതൊരു തകരാറുമില്ലാത്ത നല്ല ചെറുപ്പക്കാരായ കുട്ടികൾ, 6, 8, 10, 17, 22 ഒക്കെ വയസ്സുള്ള അതേ നല്ല ചോരത്തിളപ്പുള്ള പ്രായത്തിലെ മക്കളതാ പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെടുന്നു. പ്രായഭേദമില്ലല്ലോ, എപ്പോഴും മരിക്കാവുന്ന നിലക്കാണ്. അതേ അതുകൊണ്ട് നീ എന്ത് ചെയ്തോ? വദാവിം അലാ തഖ്വൽ ഇലാഹി ഫഇന്നഹാ അമാനും മിനൽ അഹ്വാലി ഫീ മൗഖിഫിൽ ഹശ്രി. നിന്നെ പടച്ച സൃഷ്ടാവായ അല്ലാഹുവിന്റെ കൽപ്പനകളെ നിന്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വ നിലനിർത്തിക്കോ. അതിലൂടെ മാത്രമേ നിനക്ക് നിർഭയത്വം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് അല്ലാഹു തആല പറയുന്നത്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. നല്ല മരണത്തെയല്ലേ സഹോദരാ സഹോദരി നമ്മൾ ആഗ്രഹിക്കുന്നത്? ആരാണത് കൊതിക്കാത്തത്? മുസ്ലിമായി മരിക്കണം എന്ന് ആഗ്രഹിക്കാത്തവരാരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? അതിനുവേണ്ടി നമ്മൾ അല്ലാഹുവോട് തേടുന്നില്ലേ? തവഫനി മുസ്ലിമാ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, സദ്വൃത്തരുടെ കൂടെ ചെന്ന് ചേരാനുള്ള സൗഭാഗ്യമൊരുക്കണേ. നമ്മളത് ദുആ ചെയ്യുന്നു. ആ ദുആ കൊണ്ട് മാത്രം കാര്യമായോ ശ്രോതാക്കളെ? അതേ കേവലം പ്രാർത്ഥന കൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. ഏതൊരു കാര്യത്തിന് പ്രാർത്ഥിക്കുമ്പോഴും എന്തിനു വേണ്ടിയാണോ പ്രാർത്ഥിച്ചതെങ്കിൽ അതിനാവശ്യമായത് ഞാൻ എന്ത് ചെയ്യണമെങ്കിൽ അത് ഞാൻ ചെയ്യണ്ടേ? അല്ലാ റിസ്ക് തരണേ, ഭക്ഷണം തരണേ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ വെറുതെ കിടക്കാറല്ല പതിവ്. ജോലി അന്വേഷിച്ച് അധ്വാനിക്കാൻ പുറത്തേക്ക് ഇറങ്ങാറില്ലേ? ആരോഗ്യം തരണേ അല്ലാ എന്ന് വെറുതെ പ്രാർത്ഥിക്കലല്ലോ. രോഗമായാൽ ചികിത്സിക്കുന്നു, വേണ്ട രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ നാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ രൂപത്തിലെല്ലാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നിവർത്തിച്ച് കിട്ടാൻ വേണ്ടി അതേ അതിനു വേണ്ട സംവിധാനങ്ങൾ പ്രവർത്തിക്കുക കൂടി ചെയ്യുന്നവരാണ് നമ്മൾ. അതിക്കാര്യത്തിലും നമ്മുടെ മനസ്സിൽ വേണം, മുസ്ലിമായി മരിപ്പിക്കണേ എന്ന പ്രാർത്ഥന ആത്മാർത്ഥമായി നിർവഹിക്കുമ്പോൾ അങ്ങനെ തന്നെ മരിച്ചു പോകാൻ അല്ലാഹു പറഞ്ഞ ഉപാധി പാലിക്കണം. അതെന്താ റബ്ബ് പറയുന്നത്? ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണെന്ന് പറയൽ, ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണെന്ന് പറയൽ. സുമ്മസ്തഖാമൂ, പിന്നീട് അതിനനുസരിച്ച് നേരെ അപ്പറഞ്ഞതുപോലെ ചൊവ്വായി അങ്ങ് ജീവിക്കണം. റബ്ബുനല്ലാന്ന് മാത്രം പറഞ്ഞാൽ രക്ഷപ്പെടൂല. അല്ലാഹയാണ് റബ്ബെന്ന് പറയുന്ന കുറെ ആളുകളുണ്ട് നാട്ടിൽ. അല്ലാഹയാണ് രക്ഷിതാവെന്ന് അംഗീകരിക്കുന്ന പല വിഭാഗങ്ങളുമുണ്ട് നാട്ടിൽ.
പക്ഷേ അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആ റബ്ബല്ലാത്തവരോട് തേടുന്നു, ആ റബ്ബല്ലാത്തവരെ വിളിച്ചുകൊണ്ട് സഹായം അഭ്യർത്ഥിക്കുന്നു, ആ റബ്ബല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുന്നു, ആ റബ്ബല്ലാത്തവർക്ക് വേണ്ടി ബലി നടത്തുന്നു, ആ റബ്ബല്ലാത്തവർക്ക് വേണ്ടി അതാ സുജൂദ് ചെയ്യുന്നു, ആ റബ്ബല്ലാത്തവർക്ക് വേണ്ടി വഴിപാടുകളും നേർച്ചകളും കാണിക്കകളും അർപ്പിക്കുന്നു. അതേ അവസരത്തിൽ മുസ്ലിമേ, ഞങ്ങളുടെ രക്ഷിതാവ് അള്ളയാണെന്ന് പറഞ്ഞ് അതേപോലെ തന്നെ ജീവിച്ചോളണം. അവനോടല്ലാതെ എനിക്ക് പ്രാർത്ഥിക്കാനില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ സർവശക്തനായ റബ്ബ് മാത്രമേയുള്ളൂ. ഞാനൊരു മലക്കിനോടും പ്രാർത്ഥിക്കൂല, ഞാനൊരു ജിന്നിനോടും പ്രാർത്ഥിക്കൂല, ഞാനൊരു വലിയനോടും പ്രാർത്ഥിക്കൂല, ഞാനൊരു ബീവിയോടും പ്രാർത്ഥിക്കൂല, ഞാനൊരു വസ്തുവിനോടും പ്രാർത്ഥിക്കൂല. പ്രാർത്ഥിക്കാൻ എനിക്ക് സർവശക്തനായ റബ്ബ് മതി. അതേ അള്ളയല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് ഉച്ചയിസ്തരം പ്രഖ്യാപിക്കുന്ന മുസ്ലിം അതനുസരിച്ച് തന്നെ അവന്റെ ജീവിതം ചിട്ടപ്പെടുത്തുകയാണ്. പിന്നെ അത് പറഞ്ഞ മനുഷ്യനെ സംബന്ധിച്ച് അതായി പോകുന്നവൻ ജിന്നിനെ വിളിച്ച് തേടുന്നവനാണ്, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനാണ്, സാത്താനെ പൂജിക്കുന്നവരാണ് എന്ന ദുഷ്പ്രചരണം അഴിച്ചു വിടുമ്പോൾ അതേ പരലോകം എന്ന ഒന്ന് വരാനുണ്ടല്ലോ. ഗൗരവത്തോടെ ഓർത്തോളണം. അല്ല പറയുന്നത് റബ്ബുനല്ലാ, ഞങ്ങളുടെ റബ്ബ് അല്ലയാണെന്ന് പറയുക മാത്രമല്ല, സുമ്മസ്തഖാമു, പിന്നീട് അതിനനുസരിച്ചുകൊണ്ട് നേരെ ചൊവ്വേ ഒരു വളവും തിരിവുകളിലേക്ക് പോകാതെ ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ച് അവനെ മാത്രം റബ്ബായി അംഗീകരിച്ചുകൊണ്ട് ജീവിച്ചാൽ മരണം നന്നായി കിട്ടും. മരണനേരത്ത് തതനസ്സലു അലൈഹിമുൽ മലായിക, ഓരോ മനുഷ്യന്റെയും അന്ത്യനേരത്ത്, ഇതാർക്കും തർക്കമുള്ള കാര്യമല്ല, എല്ലാവരും മരിക്കേണ്ടവരാണ്. മരണത്തിന്റെ മുമ്പിൽ കിടന്നു കൊടുക്കുന്ന നേരത്ത് അതേ സത്യവിശ്വാസിയായ ആളുകളാണെങ്കിൽ അവന്റെ നോക്കെത്തുന്ന ദൂരത്ത് മുഴുവനും കാരുണ്യത്തിന്റെ മലക്കുകളതാ സുന്ദര രൂപികളായി കൊണ്ടുവന്നിരിപ്പാണ്. രണ്ട് രൂപത്തിലുള്ള മരണം ഈ ലോകത്ത് നടക്കുന്നുണ്ട്. രണ്ടാലൊരു രൂപത്തിലാണ് ഇവിടെ മനുഷ്യന്റെ അന്ത്യം സംഭവിക്കുന്നത്. ശരിക്ക് ശ്രദ്ധിച്ചോളണം. ഇതിലേതിൽ പെടണമെന്ന് തീരുമാനിച്ചോ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചോ, അതിനുവേണ്ട അധ്വാനിച്ചോ. ആമുഖമായി എന്നോടും നിങ്ങളോടും എനിക്കതാണ് പറയാനുള്ളത്. അതേ സത്യവിശ്വാസികളായ ആളുകളാണെങ്കിൽ റബ്ബ് തങ്ങളുടെ രക്ഷിതാവ് അള്ളയാണെന്ന് പറയുകയും ആ പ്രഖ്യാപനത്തിന് വിരുദ്ധമായ നിലക്ക് ഒന്നും പ്രവർത്തിക്കാതെ ആ റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ചിട്ടുള്ള മനുഷ്യന്മാര് മരിക്കുന്ന നേരത്തതാ സുന്ദര രൂപത്തിലുള്ള മാലാഖമാര് മലക്കുകൾ അവന്റെ അതാ അന്ത്യനേരത്തവന്റെ നോക്കെത്തുന്ന ദൂരത്ത് മുഴുവൻ നിറഞ്ഞിരിപ്പാണ്. പിന്നെ അവന്റെ റൂഹിനെ പിടിക്കാനുള്ള മലക്കുൽ മൗത്ത് വന്ന് അവന്റെ തലഭാഗത്തിരിപ്പായി കൊണ്ട് പറയുന്നു, അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനം കിട്ടിയ ആത്മാവേ, ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വരിദ്വാൻ, അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്ക്, അവന്റെ പൊരുത്തത്തിലേക്ക്, അവന്റെ സ്വർഗത്തിലേക്ക് ഇറങ്ങിക്കോ, പുറപ്പെട്ടോ എന്ന സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് മലക്കുകൾ വരുന്നു. ആ സന്തോഷത്തിന്റെ വാക്കുകൾ കേട്ടുകൊണ്ടാണ് വിശ്വാസി മരണപ്പെടുന്നത്. അവന്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷമാണ്. അതേ അവസരത്തിൽ അതാ കാഫിറായ, തെമ്മാടിയായ, അവിശ്വാസിയായ, ധിക്കാരിയായ, അല്ലാഹുവിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി ജീവിച്ച, അതേ യാതൊരു സത്യത്തോട് അല്പം പോലും നീതി പുലർത്താതെ വാശിയും വൈരാഗ്യവും കൈമുതലാക്കിക്കൊണ്ട് ദീനെന്തെന്ന് പോലും ചിന്തിക്കാതെ തോന്നിവാസികളായിക്കൊണ്ട് ജീവിച്ച മനുഷ്യന്റെ അടുക്കലും അതാ അവന്റെ റൂഹ് പിടിക്കപ്പെടുന്ന, ജീവൻ പോകുന്ന നേരത്ത് മലക്കുകളതാ അവന്റെ കണ്ടെത്തുന്ന ദൂരത്ത് വന്ന് നിറഞ്ഞിരിപ്പാണ്. മലക്കുൽ മൗത്ത് റൂഹിനെ പിടിക്കുന്ന മലക്കും വരികയായി. എന്നിട്ട് പറയുന്നത്, അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ, ഓ ചീത്തയായ ആത്മാവേ, ഉഖ്റുജി, പുറത്തിറങ്ങിക്കോ, ഇലാ സുഖ്തിൻ മിനല്ലാഹി വഗദബിൻ, അല്ലാഹുവിന്റെ കോപത്തിലേക്ക്, അവന്റെ ഏറ്റവും വലിയ ദേഷ്യത്തിലേക്ക് ഇറങ്ങിക്കോ, ശിക്ഷയിലേക്ക് ഇറങ്ങിക്കോ. ഇതങ്ങ് കേൾക്കുകയല്ലേ അവിശ്വാസി, തെമ്മാടി. ഇത് കേൾക്കുന്ന നേരത്ത് വല്ലാതെ പേടിച്ചരളുന്നുണ്ടല്ലോ. അതേ അവസരത്തിൽ വിശ്വാസിയുടെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകൾ അവനോട് പറയുന്നത്, അല്ലാ തഖാഫൂ,
നിങ്ങൾക്കിനി ചെന്നു ചേരാനുള്ള ഖബറും ഇനി പരലോകത്തെക്കുറിച്ചും പേടി വേണ്ട. അല്ലാഹു നമ്മെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പേടി വേണ്ട. വലാ തഹ്സനൂ, നിങ്ങൾ വിട്ടേച്ചു പോന്ന നിങ്ങളുടെ ദുന്യാവ്, അവിടെയുള്ള സമ്പത്ത്, നിങ്ങളുടെ കുഞ്ഞുമക്കള്, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ബന്ധക്കാര്, അവരെ കുറിച്ചൊന്നും ഓർത്തുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കുകയും അരുത്. അതേ പേടിക്കേണ്ട, ദുഃഖിക്കേണ്ട. അതേ നിങ്ങൾക്ക് സ്വർഗമുണ്ട്, സ്വർഗമുണ്ട്. ആശിക്കുന്നതെന്തും സ്വർഗത്തിലുണ്ട്. സർവലോക പരിപാലകനായ ഗഫൂറുർ റഹീമുമായ നാഥനൊരുക്കിയ വിരുന്ന് സൽക്കാരത്തിലേക്ക് പുറത്തു പോയിക്കോ, പുറപ്പെട്ടോ. ഖുർആൻ പറഞ്ഞില്ലേ, അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സുവിശേഷമതാ മരണനേരത്തും കേൾക്കുകയാണ്, ഖബറിലും കേൾക്കുകയാണ്, പരലോകത്തും കേൾക്കുകയാണ്. ആ അർത്ഥത്തിലുള്ള ഒരു മരണം, അതാണ് ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം, നല്ല മരണം. ആ വിശ്വാസിക്ക് റബ്ബിനെ കണ്ടുമുട്ടാൻ വല്ലാത്ത ആവേശമാണ്. അതേ അവസരത്തിൽ രണ്ടാമത്തെ ദുർമരണമില്ലേ, സൂഉൽ ഖാത്തിമത്തില്ലേ. അല്ലാഹു നമ്മെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദുർമരണം അതെങ്ങനെ സംഭവിച്ചു എന്ന് റബ്ബിനല്ലേ അറിയൂ. അവസാന നിമിഷമല്ലേ നന്നാവേണ്ടത്. ആ സമയത്തും ശൈത്താൻ ഹാജരാകുന്നുണ്ട്. മനുഷ്യനെ ഇവിടെ വിട്ടുകളഞ്ഞാ ഇനി അവനെ കിട്ടൂല. അതുകൊണ്ട് മനുഷ്യനെ പഴപ്പിക്കാൻ ഒപ്പം കൂടിയ ശൈത്താനതാ അവന്റെ അന്ത്യനിമിഷത്തിലും കൂടെ വരികയാണ്. എന്നിട്ടവൻ പല ഉത്ബോധനങ്ങളും കൊടുക്കുകയാണ്. വിശ്വസിച്ചതൊന്നും ശരിയല്ലെന്ന് തോന്നിപ്പിക്കുകയാണ്. ഈമാൻ നല്ല ഉറച്ച ഈമാനില്ലാത്തവനതാ തെറ്റായ വിശ്വാസങ്ങളിലേക്ക് പോയിക്കൊണ്ട് കാഫിറായി മരിച്ചു പോകുന്ന ദുരന്തത്തിലേക്ക് വരെ എത്തിപ്പോകുന്നവരവസ്ഥ ഖുർആൻ പറഞ്ഞില്ലേ ആ കാര്യം. അതേ ദുർമരണം സംഭവിക്കുന്ന മനുഷ്യന്റെ അടുക്കലേക്ക് മലക്കുകൾ വന്ന് അവനെ അടിക്കുകയാണ്. അവന്റെ മുഖത്തും അവന്റെ പാർശ്വഭാഗങ്ങളിലും ഉപദ്രവിക്കുകയാണ്, അടി നടത്തുകയാണ്. അടിച്ചടിച്ചുകൊണ്ടാണ് അവന്റെ ആത്മാവിനെ പുറത്തേക്കെടുക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഒരു മരണനേരത്തും ഒരടിയും നമ്മൾ കണ്ടിട്ടില്ല, ഒരടിയും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ആ നിലക്കുള്ള ഒരു അട്ടഹാസ വർത്തമാനവും നമ്മൾ കേട്ടിട്ടില്ലല്ലോ. നമുക്കത് കാണാൻ കഴിയില്ല, പക്ഷേ അത് കേൾക്കാൻ കഴിയില്ല. പക്ഷേ അത് സംഭവിക്കുന്ന യാഥാർത്ഥ്യമാണെന്ന് അല്ലാഹു